സമ്പത്ത് ഒരു ശാപമാകുമോ? ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് ഒരു ജനത വിശന്നു മരിക്കുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു? ലാറ്റിൻ അമേരിക്കയുടെ സ്വർണ്ണച്ചിറകായിരുന്ന വെനിസ്വേല ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ്. ഒരു കാലത്ത് എണ്ണ സമ്പത്ത് കൊണ്ട് ലോകത്തെ അതിശയിപ്പിച്ച രാജ്യം ഇന്ന് ആ രാജ്യം കത്തുകയാണ്. വെനിസ്വേല വെറുമൊരു സാമ്പത്തിക തകർച്ചയല്ല ഇത്. ലോകശക്തികൾ തമ്മിലുള്ള കൊമ്പുകോർക്കലിന്റെയും ഒരു ജനതയുടെ രോദനത്തിന്റെയും നേർചിത്രമാണ്. വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. 2026 ജനുവരി 3-ന് കാരക്കാസിൽ മുഴങ്ങിയ സ്ഫോടന ശബ്ദങ്ങൾ വെനിസ്വേലയെ മാറ്റത്തിന്റെ പുതിയൊരു മുനമ്പിലെത്തിച്ചിരിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തൽ ലോകത്തെ സ്തബ്ധരാക്കി. നിക്കോളാസ് മഡുറോ പിടിക്കപ്പെട്ടുവെന്നും രാജ്യം മാറ്റത്തിന്റെ പാതയിലാണെന്നും വാഷിംഗ്ടൺ അവകാശപ്പെടുമ്പോൾ ഇത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് വെനിസ്വേലൻ ഭരണകൂടം ആക്രോശിക്കുന്നു. എങ്ങനെയാണ് വെനിസ്വേല ഇത്രമേൽ തകർന്നത്? ഉത്തരം എണ്ണയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരം ഉണ്ടായിട്ടും ആ സമ്പത്തിനോടുള്ള അമിത ആശ്രിതത്വം തിരിച്ചടിയായി. ഹ്യൂഗോ ചാവേസ് കാലഘട്ടത്തിലെ സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങളും പിന്നാലെ വന്ന മഡുറോ ഭരണത്തിലെ അഴിമതിയും ഭരണപരമായ പിഴവുകളും രാജ്യത്തെ പടുകുഴിയിലേക്ക് നയിച്ചു. പണപ്പെരുപ്പം ആകാശത്തോളം ഉയർന്നു. 1 കിലോ അരി വാങ്ങാൻ ചാക്കിൽ പണം കൊണ്ടുപോകേണ്ടി വരുന്ന ദയനീയ അവസ്ഥ. ഇവിടെ രാഷ്ട്രീയം വെറും പ്രാദേശികമല്ല, ഇതൊരു ആഗോള ചെസ് കളിയാണ്. ഒരു വശത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും മയക്കുമരുന്ന് മാഫിയയെ തകർക്കണമെന്നും വാദിക്കുന്ന അമേരിക്കയും സഖ്യകക്ഷികളും, മറുവശത്ത് മഡുറോയ്ക്ക് കാവൽ നിൽക്കുന്ന റഷ്യയും ചൈനയും ഇറാനും. അമേരിക്കൻ ഉപരോധങ്ങൾ വെനിസ്വേലയുടെ നട്ടെല്ലൊടിച്ചപ്പോൾ തങ്ങളുടെ തന്ത്രപ്രധാനമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യൻ കരുനീക്കങ്ങൾ സജീവമായി. എഡ്മുണ്ടോ ഗോൺസാലസിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷം മഡുറോയുടെ അധികാരം കവർന്നെടുത്ത വോട്ടുകളാണെന്ന് ആവർത്തിക്കുന്നു. പക്ഷേ ഈ അധികാര കസേരകൾക്കിടയിൽ ആരും കാണാതെ പോകുന്ന ചിലരുണ്ട്. ലക്ഷക്കണക്കിന് സാധാരണക്കാർ, പലായനം ചെയ്യുന്ന ജനത, മരുന്നില്ലാതെ മരിക്കുന്ന കുഞ്ഞുങ്ങൾ. വെനിസ്വേല ഇന്നൊരു പാഠമാണ്. വിഭവസമൃദ്ധി മാത്രം ഒരു രാജ്യത്തെ രക്ഷിക്കില്ലെന്നും രാഷ്ട്രീയ സ്ഥിരതയും സുതാര്യമായ ഭരണവുമാണ് യഥാർത്ഥ കരുത്തെന്നും വെനിസ്വേല ലോകത്തോട് വിളിച്ചു പറയുന്നു. അടുത്തത് എന്ത്? മഡുറോയ്ക്ക് ശേഷം ഒരു പുതിയ വെനിസ്വേല ഉദിക്കുമോ? അതോ ലാറ്റിൻ അമേരിക്ക മറ്റൊരു യുദ്ധഭൂമിയായി മാറുമോ? കാത്തിരുന്നു കാണാം.